2012 ഞങ്ങൾ റൈറ്റ് വേ തുടങ്ങിയത്. അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ജേർണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ആയിട്ട് ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ മകൾക്ക് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എൻ്റെ മോളുടെ ഫ്രണ്ട്സിനും ഇത് തന്നെയായിരുന്നു പ്രോബ്ലം. അപ്പോൾ ഞങ്ങളുടെ മകളെയും അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളൊരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങി. അതാണ് റൈറ്റ് വേ ട്യൂഷൻ സെൻറ്റർ. ഞങ്ങൾ ട്യൂഷൻ സെൻറ്ററിൽ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. എല്ലാവർക്കും നന്നായി പഠിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് വന്നപ്പോൾ ഞങ്ങൾ 2016 ചൂണ്ടൽ ഞങ്ങളൊരു പുതിയൊരു ക്യാമ്പസ് തുടങ്ങി. അതിനുശേഷം സ്ട്രെങ്ത് കൂടിയും കൂടിയപ്പോൾ ഞങ്ങൾ 2022 പന്നിത്തടത്ത് ജാനുവരിയിൽ ഒരു ക്രാഷ് പോലെ തുടങ്ങി. ആ ക്രാഷിൽ എല്ലാ കുട്ടികൾക്കും ഏകദേശം ഒരു 40 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അടുത്ത കൊല്ലം മുതൽ ഞങ്ങൾ പന്നിത്തടത്തും ട്യൂഷൻ സെൻറ്റർ തുടങ്ങി. 2022 ഞങ്ങൾക്ക് ISO സർട്ടിഫിക്കറ്റ് കിട്ടി. പിന്നെ ഡെയിലി എക്സാം എടുക്കാനായിട്ട് MCQ എക്സാം എടുക്കാനായിട്ട് ഒരു ആപ്പും അതുപോലെ റൈറ്റ് വേയുടെ ആപ്പും ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ റൈറ്റ് വേ ഹൈബ്രിഡ് സ്റ്റഡി സെൻറ്റർ ആയിട്ട് മാറി. ഓരോ കൊല്ലത്തിൻ്റെയും അവസാനത്തിൽ പാരൻസിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഫീഡ്ബാക്ക് എടുത്തിട്ട് ഞങ്ങൾ ഓരോ ഇന്നോവേഷൻ കൊണ്ടുവരുമായിരുന്നു. കഴിഞ്ഞ കൊല്ലം കൊണ്ടുവന്ന ഒരു ഇന്നോവേഷൻ ആയിരുന്നു നന്നായി പഠിക്കുന്ന കുട്ടികളെ പുഷ് ചെയ്തിട്ട് A+ ആക്കാനായിട്ട് ചാണക്യ ബാച്ചും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ പുഷ് ചെയ്തിട്ട് ഡെയിലി ഇരുന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ദ്രോണ ബാച്ചും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കുന്നംകുളത്ത് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുന്നത്. ഇനി മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങളുടെ പാരൻസിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മുടെ മക്കളുടെ ഉന്നത വിജയത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ മാർഗദർശിയായ വാസത് സാർ നയിച്ച പാതയിലൂടെ ഞങ്ങൾ സധൈര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.